ഇന്ന് പയ്യോളിക്ക് പോവാണ് കേട്ടോ. പോകാനുള്ള കാരണം മോന് ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ടെന്ന് സ്കൂളിൽ നിന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പോയി വാങ്ങണം. 3 ദിവസമായിരുന്നുള്ളത്. അപ്പോൾ അതിൽ ഓൾറെഡി 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇന്നും കൂടെ ഉള്ളു. അപ്പോൾ പോയിട്ട് വാങ്ങാനുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി രാവിലെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ. രാവിലെ സ്കൂളിൽ പോയിട്ട് ടെക്സ്റ്റ് ബുക്ക് വാങ്ങണോ, എന്നിട്ട് ഇന്ന് പയ്യോളി നിന്നിട്ട് നാളെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇവിടെ വീട്ടിൽ 1-2 ആവശ്യം കൂടെ ഉണ്ട് കേട്ടോ എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പയ്യോളിക്ക് പോകാത്തത്. അപ്പോൾ പിന്നെ അമ്മയുള്ളപ്പോൾ കിട്ടുന്ന ചാൻസ് അല്ലേ. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ പിന്നെ തീരെ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ തന്നെയല്ലേ നിൽക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ എനിക്ക് എന്താ അറിയില്ല, എനിക്കെന്തോ വിഷമമാണ് സ്കൂൾ തുറക്കാനെടുക്കും. എനിക്ക് ഒന്നാമത്തെ പേടിയുണ്ട്. ഞാൻ എങ്ങനെയാണ് എല്ലാം കൈകാര്യം ചെയ്യാമെന്ന് എനിക്ക് വലിയ അറിവില്ല കേട്ടോ. നമുക്കെല്ലാം ഫസ്റ്റ് ടൈം അല്ലേ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഉച്ചയായപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ. അവിടുന്ന് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ കയറി. അച്ഛൻ ഊണ് വാങ്ങി, ഞാനും അമ്മയും ബിരിയാണിയൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് ഞാനൊന്ന് മോനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ 3 മണിക്ക് ശേഷമാണ് ഡോക്ടർ നോക്കുക. അങ്ങനെ അവിടെ കയറി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി. മോന് ഇപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ ഭയങ്കര കുറവാണ്. എനിക്ക് വെയിറ്റ് ലോസ് ആവുന്ന പോലെ തോന്നിയപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ ഒന്ന് ബ്ലഡിൽ കൗണ്ട് ഒന്ന് കുറവാണോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ബ്ലഡ് ടെസ്റ്റിനൊക്കെ കൊടുത്തു. അങ്ങനെ തിരിച്ച് ചായക്ക് കടിയൊക്കെ വാങ്ങിയിട്ട് വീട്ടിലെത്തിയപ്പോൾ അമ്മ അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ച് ചായയൊക്കെ കുടിച്ചു ഇരുന്നു.